ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ സിസ്റ്റം ഫയലുകൾ എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതായത് നമ്മുടെ മൊബൈൽ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫോൺ ഫോർമാറ്റ് ചെയ്യാതെ തന്നെ ഇത്തരം സിസ്റ്റം ഫയലുകൾ റിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സിസ്റ്റം ഫയലുകൾ റിപ്പയർ ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് പോകാം. ഇതാണ് ആപ്ലിക്കേഷൻ റിപ്പയർ സിസ്റ്റം ഫോർ ആൻഡ്രോയിഡ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ അതിലൊന്നും തന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് സൈഡിലായിട്ട് റിപ്പയർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ മാത്രം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സിസ്റ്റം ആപ്ലിക്കേഷൻസുകളും അതുപോലെ തന്നെ സിസ്റ്റം ഫയലുകളും എല്ലാം തന്നെ നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ ഉൾപ്പെടെ എല്ലാ ഫയലുകളും ഇത് ഒന്ന് റിപ്പയർ ചെയ്ത് തുടങ്ങും. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും സ്കാൻ ചെയ്ത് റിപ്പയർ ചെയ്യുന്നത് വരെ. ഓക്കെ, ഞാനിതൊന്ന് സ്പീഡാക്കി വിടുകയാണ്. വീഡിയോ ഒന്ന് സ്പീഡാക്കി വിടുകയാണ്. കുറച്ച് സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത്ര സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട. കുറച്ച് സ്പീഡാക്കി വിടുകയാണ്. റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് റെമഡി ബൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ അത് ആ ഫയൽ നല്ല രീതിയിൽ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഫോണിൻ്റെ സ്കാനിങ്ങും അതുപോലെ തന്നെ റിപ്പയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുകളിൽ റിപ്പയർഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. എല്ലാം തന്നെ റിപ്പയർ ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഫോണിലെ സിസ്റ്റം ഫയലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഫയലുകളും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ്.